ഞാനിപ്പോൾ ഒരു സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ സൈറ്റിലൂടെ ഇങ്ങനെ വെറുതെ കയറി. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് റെക്കോർഡൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതോടൊപ്പം നമ്മളുടെ ആരുടെയും ശ്രദ്ധയിൽ കാര്യമായിട്ട് വരാത്ത നമുക്കൊക്കെ ഒരു അപൂർവമായിട്ട് തോന്നുന്ന 1-2 കോഴ്സുകളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ലക്ഷ്യം. ഈ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, ആ സ്ഥാപനം ഫോക്കസ് ചെയ്യുന്നത് ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട UG PG കോഴ്സുകളിലാണ്. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ്. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ രസകരമാണ്. അതിൻ്റെ സ്വാധീനം ഇന്ത്യൻ വ്യവസായത്തിൽ വളരെ വലുതാണ്. GDPയിൽ 2.3% സംഭാവന കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ വസ്ത്ര വ്യവസായം എന്നുള്ളത്. 2030 ഇത് 5% എന്ന് വെച്ചാൽ GDPയിൽ ഇത് 5% മാറും എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ആഭ്യന്തര വ്യവസായ ഉൽപ്പാദന മേഖലയിൽ 13% ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൻ്റെ സംഭാവന. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ 12% സത്യത്തിൽ ഈ ടെക്സ്റ്റൈൽ വരുന്നത്. നോക്ക്, ഈ CAGR പ്രകാരം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്രകാരം 10% ഗ്രോത്ത് രേഖപ്പെടുത്തി ഏതാണ്ട് $350 ബില്യൺ വ്യവസായം കച്ചവടമാണ്, വിറ്റുവരവാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി രേഖപ്പെടുത്താൻ പോകുന്നത് 2030. നോക്കത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ വസ്ത്രോൽപാദന മേഖലയിൽ വരുന്ന രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചറിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഈ വസ്ത്ര വിപണന വ്യവസായ മേഖലയിലാണ്. ഏകദേശം 4.5 കോടി ജനങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 35 ലക്ഷം പേരും പ്രത്യേകമായിട്ടും കൈത്തറി മേഖലയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ വ്യവസായത്തിൽ അതിൻ്റെ സാമ്പത്തിക ക്രമത്തിൻ്റെ നട്ടെല്ലുകളിൽ ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു മേഖലയാണ് ഇന്ത്യൻ വസ്ത്ര വ്യവസായ വിപണന മേഖല എന്ന് പറയുന്നത്. ഈ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. അത്തരം സ്ഥാപനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽ ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള കോയമ്പത്തൂരുള്ള സ്ഥാപനം. ആ സ്ഥാപനത്തിന് AICTE അപ്രൂവലുണ്ട്, NAC അക്രഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ NIRF റാങ്കിങ്ങിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ കോഴ്സുകളെല്ലാം ഇതിൻ്റെ കോഴ്സുകളെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട് കൊളാബറേഷൻ ഉള്ളതാണ്. വളരെ പ്രമുഖമായ ഡിഗ്രി പ്രോഗ്രാം, പ്രധാനപ്പെട്ട ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്ന് BSc ടെക്സ്റ്റൈൽസും മറ്റൊന്ന് BSc ടെക്നിക്കൽ ടെക്സ്റ്റൈൽസുമാണ്. ഈ BSc ടെക്സ്റ്റൈൽസിനും BSc ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനും +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 50% മാർക്ക് ഉണ്ടാവണം. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു VHSC വൊക്കേഷൻ്റെ കൂട്ടത്തിൽ ടെക്സ്റ്റൈൽ ഉണ്ടെങ്കിൽ അവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ ശ്രദ്ധിക്കേണ്ട ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം തോന്നിക്കുന്നത് ഇപ്പോൾ ഈ സാധനം എന്നുള്ളത് വളരെ വ്യവസായ മേഖലകളിൽ, വ്യത്യസ്ത മേഖലകളിലും സർവീസ് ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പല ഡ്രസ് കോഡുകളുണ്ടാവും. ആ ഡ്രസ് കളർ പാറ്റേൺ ഉണ്ടാവും. ഇപ്പം സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്രസ് കോഡ്, ദെൻ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ, ഹോസ്പിറ്റൽസിൽ, ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട ഡ്രസ് കോഡുകൾ അനുസരിച്ച് ടെക്സ്റ്റൈലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു മേഖല എന്ന് വേണമെങ്കിൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ BSc ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ്, അത് +2 എനി സ്ട്രീമാണ്. അതുപോലെ തന്നെ BBA ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ആ കോഴ്സിനും എനി +2 സ്ട്രീം കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ മറ്റൊന്ന് MBA പ്രോഗ്രാമാണ്. MBA പ്രോഗ്രാം 5 സ്പെഷ്യലൈസേഷനാണുള്ളത്. 1 ടെക്സ്റ്റൈൽസ്, 2 അപ്പാരൽ, 3 റീറ്റെയിൽ, മറ്റൊന്ന് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, മറ്റൊന്ന് ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതുപോലെ തന്നെ ഒരു MSc പ്രോഗ്രാമുണ്ട്, MSc ടെക്സ്റ്റൈൽ അപ്പാരൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. ഇതിൽ UG പ്രോഗ്രാമുകളെല്ലാം, ഈ PG പ്രോഗ്രാമുകളും അങ്ങനെ തന്നെ CUET പ്രകാരം CUET എക്സാമിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ CUET UGയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ സ്ഥാപനം വേറെ തന്നെ നമുക്കിപ്പോൾ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, CUET വേറെ അപ്ലൈ ചെയ്യുക, ഇത് വേറെ അപ്ലൈ ചെയ്യുക. ദെൻ സെലക്ഷന് CUETയുടെ പെർഫോമൻസ് പരിഗണിക്കുന്നുണ്ട്. ഈ CUET മാത്രമല്ല, SBPET എന്ന പേരിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലൊരു എക്സാം ഉണ്ട്. SBPET എന്ന് പറയും, സർദാർ വല്ലഭായ് പട്ടേൽ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ടെസ്റ്റിൽ വരുന്നത് 1 മണിക്കൂർ ടെസ്റ്റാണ്.
ഒരു 50 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്ത് അത് പെർഫോം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 എക്സാമുകൾ മാത്രമല്ല പരിഗണിക്കുന്നത്. എന്ന് വെച്ചാൽ CUET പരീക്ഷയുടെ പെർഫോമൻസോ SVPET പരീക്ഷയുടെ എക്സാം പെർഫോമൻസിൻ്റെയോ ഒപ്പം തന്നെ +2 മാർക്ക് കൂടി പരിഗണിച്ചിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് മാർക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സാം നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം. ഈ MBAക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 30 ശ്രദ്ധയോടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സംരംഭം, ഒരു വ്യവസായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യവസായ മേഖലകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.